അങ്ങനെ പ്ലാൻ ചെയ്യാം. പക്ഷെ അവിടുത്തെ ഈ ഹോട്ടൽസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് അവിടെ ചെയ്യാൻ കുറച്ചും കൂടി ബഡ്ജറ്റ് രീതിയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഹോട്ടൽസ്? ഞാൻ സാറിന് 3 സ്റ്റാർ ഹോട്ടൽ ഓപ്ഷൻസും 4 സ്റ്റാർസും ഓപ്ഷൻസ് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ പ്രൈസ് വെച്ച് അയച്ചു തരാം. അപ്പൊ അതിന്റെ ഹോട്ടൽസിന്റെ ഫോട്ടോസും അതിന്റെ കൂടെ ഒപ്പം അയച്ചു തരുന്നതായിരിക്കും. സാറ് നോക്കിയിട്ട് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, നമ്മൾ അതനുസരിച്ച് ചെയ്തു തരാം. ഞങ്ങളൊരു 6 പേരുണ്ട്. അപ്പൊ നമുക്ക് എത്ര റൂം എടുക്കേണ്ടി വരും ശരിക്കും? നമുക്ക് യൂഷ്വലി 6 പേര് എന്ന് പറയുമ്പോൾ നമുക്ക് 3 റൂമിലാണ് അക്കോമഡേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഒരു റൂമിൽ 3 പേര് എന്നുള്ള രീതിയിൽ എക്സ്ട്രാ ബെഡ് കൊണ്ടിട്ട് ചെയ്തു തരാൻ പറ്റും. ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഹോട്ടലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഡിന്നർ വേണമെങ്കിൽ ആ രീതിയിൽ മീൽ പ്ലാൻ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഈ പോകുമ്പോൾ ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് റിലാക്സ്ഡ് ആയണം, പക്ഷെ ഒരുപാട് ട്രാവലിംഗ് ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ 6 ദിവസം കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഹെറ്റിക് ആകാതെ തന്നെ ഡൽഹിയിലാണെങ്കിൽ ഉള്ള റെഡ് ഫോർട്ടും കുത്തബ് മിനാറും എല്ലാം അടുത്തടുത്തായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് എളുപ്പത്തിൽ തന്നെ പോയി കാണാൻ പറ്റും. അപ്പം ടിക്കറ്റ് ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ക്യൂ നിൽക്കാണ്ട് കാണാൻ പറ്റും, കുഴപ്പമില്ലാണ്ട് പോകും. അവിടുത്തെ ഇത് ഏത് 6 പേരാകുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വണ്ടി നമ്മൾ യൂസ് ചെയ്യാം? അവിടെ 6 പേരാകുമ്പോൾ ഒരു 9 സീറ്റർ ട്രാവലർ, AC ട്രാവലർ നമുക്ക് അറേഞ്ച് ചെയ്ത് അവിടെ അകത്ത് നല്ല ചൂടുണ്ടാവും ആ സമയത്ത്? ചെറിയ രീതിയിലുണ്ടാവും, എന്നാലും മാനേജ് ചെയ്യാൻ പറ്റും. അവിടെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജ് കഴിച്ച് വയറിന് പ്രോബ്ലം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. സാർ നമുക്കത് സേഫ് ഹോട്ടൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ആയിരിക്കും. അത് എന്തായാലും ക്വാളിറ്റി ഉള്ളതായിരിക്കും. പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും നല്ല അത്യാവശ്യം കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത്. അപ്പൊ നമ്മളിങ്ങനെ അവിടെ ചെന്നിട്ട് നമുക്ക് വല്ല പ്ലാൻ മാറ്റാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള അതിൽ തന്നെ പോകേണ്ടി വരും. പ്ലാനില് പെട്ടെന്ന് ചേഞ്ചസ് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ഞാൻ സാറിന് അവിടുത്തെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു തരാം. അതിൽ നിന്ന് നോക്കിയിട്ട് സാറ് ഓപ്ഷൻസ് പറഞ്ഞാൽ മതി. പിന്നെ എന്തെങ്കിലും അഡീഷണൽ സാറിന് അവിടെ പോകാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതനുസരിച്ച് സെറ്റ് ആക്കി. ഓക്കെ, ഒരു കാര്യം ചെയ്ത് നമ്മൾ കൊട്ടേഷൻ അയക്കും. ഓക്കെ സാർ, ഞാൻ സാറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നതായിരിക്കും. സാറിനൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. തീർച്ചയായിട്ടും പെട്ടെന്ന്. ഓക്കെ സാർ, താങ്ക് യു.